വർഷങ്ങൾ പിന്നിടുകയും ആയിരക്കണക്കിന് പേർക്ക് അറിവ് പകർന്നു നൽകുകയും ചെയ്ത കുഞ്ചത്തൂർ LP സ്കൂൾ ശോചനീയാവസ്ഥയിൽ. ക്ലാസ് മുറികൾ ചോർന്നൊലിക്കുന്നതും സുരക്ഷിതത്വമില്ലായ്മയുൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ വിദ്യാർത്ഥികൾക്ക് ദുരിതമായി മാറുന്നു. Beautiful and excellent quality furnitures are giving pride to every home. Tamam Furniture World, most popular furniture brand in Kerala and Karnataka. Tamam Furniture World, Uppala, Bandiyod, Udyavar, now at Mangalore. ആരംഭിച്ചതു മുതൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിലൂടെയും സമൂഹത്തിലെ മാറ്റങ്ങളുടെ ചാലകശക്തിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിദ്യാലയമാണ് കുഞ്ചത്തൂർ LP സ്കൂൾ. 100 വർഷങ്ങൾ പിന്നിട്ട ഈ വിദ്യാലയം ഇന്ന് ശോചനീയാവസ്ഥയിലാണ്. ആധുനിക സൗകര്യങ്ങളുടെ അഭാവവും മറ്റ് പ്രശ്നങ്ങളും സ്കൂളിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന അവസ്ഥയാണ്. 175 വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. സ്കൂൾ കെട്ടിടം ചോർന്നൊലിക്കുന്നതിനാൽ വെള്ളം നിറഞ്ഞ മുറിയിലാണ് കുട്ടികളുടെ പഠനം. വീൽ ചെയറിലെത്തുന്ന പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികളുടെ വരവിനെ വഴിമുടക്കിയതായും ആക്ഷേപമുണ്ട്. കുട്ടികളുടെ കായിക കഴിവുകൾ പുറം ലോകത്തെത്തിക്കുവാൻ പര്യാപ്തമായ മൈതാനമില്ലാത്തത് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. കുട്ടികൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാലും അകത്തുവരെ ആംബുലൻസ് കയറാൻ വഴിയില്ലാതായിരിക്കുകയാണ്. ഇത് രക്ഷിതാക്കളെ ആശങ്കയിലാഴ്ത്തുന്നു. സ്കൂൾ പരിസരത്തെ മതിലും തകർന്നിട്ടുണ്ട്. വിഷപ്പാമ്പുകളും ഈ പരിസരത്ത് കാണപ്പെടുന്നുണ്ടെന്ന് പരിസരവാസികൾ പറയുന്നു. ഈ സ്കൂള് 100 ആണ്ട് കഴിഞ്ഞ സ്കൂള് എത്രയോ ലക്ഷക്കണക്കിന് കിടാക്കൂടെ പഠിച്ചിട്ട് പോയിനാർ. ഇത്രയെല്ലാം വലിയ വലിയ പണിയിലുള്ള ഇവിടുത്തെ ഓൾഡ് സ്റ്റുഡൻസ്, ഡോക്ടർ, എഞ്ചിനീയേഴ്സ്, വലിയ വലിയ ഓഫീസേഴ്സ് എല്ലാം ആയിട്ട്. അങ്ങനത്തെ സ്കൂളിൻ്റെ ഇന്നത്തെ സ്ഥിതി എന്തെന്ന് വെച്ചാൽ ആ സ്കൂളിൽ നേരെ കിടാക്കൾക്ക് പഠിക്കാനും കഴിയുന്നില്ല. മഴക്കാലത്ത് ചോരുന്നു. അല്ലാതെ കളിക്കോനി ഗ്രൗണ്ടില്ല. നമ്മളെ ബഹുമാനപ്പെട്ട MLA AK അഷ്റഫ് സാബ് വന്നിട്ട് ഞങ്ങൾ അവിടെ ഒരു ബിൽഡിങ് ഞങ്ങൾ ചെലുത്തി MLAൻ്റെ ഫണ്ടിലാക്കി തരാഞ്ചിട്ട് അളിച്ചെത്തി പോയി പ്രോമിസ് തന്നിട്ട് പോയി. അപ്പോൾ ആ സ്കൂളിൻ്റെ മെയിൻ്റെനൻസും അത് ഇതെല്ലാം മഞ്ചേശ്വര പഞ്ചായത്താക്കുന്ന കഴിഞ്ഞ ഒരു 1.5 ലക്ഷം രൂപ വെച്ചിട്ട് കുറേ പണിയെല്ലാം എടുപ്പിച്ചിരുന്നു. ഇൻ്റർലോക്ക് ഇട്ട് ബരല്ല പപ്പ ബീന്ന് ബൗണ്ടറി ആ ബരന കെട്ടിച്ചിട്ട് കുറച്ച് ടൈം ആകുമ്പോൾ അത് ബീത്തുന്നു. അങ്ങനെ ആയിക്കൊണ്ടുണ്ട്. അപ്പോൾ ആ സ്കൂളിനെ എല്ലാ തരത്തിലും ഡെവലപ്പാക്കിയിട്ട് എടുക്കാൻ വേണ്ടി മറ്റേന്ന് തിങ്കളാഴ്ച ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചിനി. ആയിരക്കണക്കിന് പേരുടെ ഭാവി രൂപപ്പെടുത്തിയ ഈ സ്കൂളിൽ സമീപകാലത്തുണ്ടായ പ്രശ്നങ്ങൾ കൃത്യമായി പരിഹരിക്കപ്പെടാത്തത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടായി മാറുകയാണ്. ഇക്കാര്യത്തിൽ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും അടിയന്തര ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യമാണെന്ന് നാട്ടുകാർ പറയുന്നു. സ്കൂളിലെ തകരാർ പരിഹരിച്ച് അക്കാദമിക നിലവാരം പുനഃസ്ഥാപിക്കാൻ അടിയന്തര നടപടി വേണമെന്നും ശതാബ്ദി പിന്നിടുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനം വീണ്ടും സ്തുത്യർഹമായ നേട്ടങ്ങൾ കൈവരിക്കണമെന്നാണ് ഏവരുടെയും ആഗ്രഹം. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.